കുറവാ. അവർക്കോ? പഴയ പോലെ കായ്ക്കണില്ല. നാരായണ വിളിക്കുന്നു. ഓ, നമ്മുടെ കോഴികൾ എവിടെ? സൂക്ഷിക്കണം കേട്ടോ, കുറുക്കന്മാരൊക്കെ ഉള്ളതാ. റാങ്ക് ലിസ്റ്റ് പേരുള്ള എന്റെ ഒരു ഗതികേടേ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, കാലത്തെ റെയ്ഡ് പാർട്ടികളോ? ഇൻകം ടാക്സും ഷെയർ ടാക്സും എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്നാ തോന്നണേ. പ്രഷറും ഷുഗറും പൈൽസും ഒക്കെ ഒരുമിച്ച് വന്ന പോലെ. ഒന്ന്, രണ്ട്, അയ്യ, വരുന്നത് കണ്ട പെണ്ണ് കാണാൻ വന്നാല്. കോഴിമുട്ട ഇഷ്ടല്ലേ? എന്താ കഴിക്കാറില്ലേ? ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താടാ നോക്കുന്നത്? വേണമെങ്കിൽ എടുത്ത് കഴിക്കി. എടാ, ഇത് കംപ്ലീറ്റ് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് തോന്നണത്. മണ്ണാങ്കട്ട വേണേ തിന്നടാ. അല്ല, ഇതെവിടുന്ന ഈ വഴി? നമ്മൾ പരിപാടിയിൽ ആവൂടി എല്ലാം ഒളിപ്പിച്ചോ? എന്തോന്ന് ഒളിപ്പിക്കാൻ? എടി മൂദേവി, പണ്ടവും പണവും ഒക്കെ പത്തായത്ത് വെക്കേ. പുറത്തിരിക്കുന്ന ആരാന്നറിയാവോ? അയ്യോ പാവങ്ങളാ. കോഴികളെ അല്ലാതെ പണ്ടവും പണവും അവര് മോഷ്ടിക്കില്ല. കോഴികളോ? മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇന്നലെ വക്കീല് പറഞ്ഞ പിള്ളേരാണത്. പിടി 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 പിടി. വിഴുങ്ങിക്കോ? വിഴുങ്ങിയോ? ഓ, വിഴുങ്ങി. ഇനിയിപ്പൊ എന്നെയും വിഴുങ്ങുവോ? കാഴ്ചക്ക് വലിയ ആഫീസർമാരെപ്പോലുണ്ടല്ലോ. ദേ, വക്കീല് നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ സമ്മതിച്ചേ. ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വെട്ടൊന്ന് മുറി രണ്ട്, മനസ്സിലായോ? പിന്നെ കഴുത്തേല് ഈ ബെൽറ്റ് വേണ്ട. ഇതില്ലേലും തളയ്ക്കാലോ. ദേ, ഇതുപോലെ നേരും നെറിയുള്ള വേഷം വിട്ടാ മതി. എന്താ പേര്? കുഞ്ചു. കൊഞ്ചോ? അല്ല, കുഞ്ചു. രമേശ് എന്ന ശരിയായ പേര്. തന്റെയോ? സുരേശൻ. തെറ്റിയതാണോ? അല്ല, ശരിയായ പേരാ. ഞാൻ MC പ്രകാശൻ. റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട്. അതെന്താ പേര്? അതും MC പ്രകാശൻ തന്നെയാ. പേരൊക്കെ കൊള്ളാം, പ്രവൃത്തി എനിക്ക് അറിയേണ്ടത്. വാ, ഇവിടെ തന്നെ ഓഫീസ്. മുട്ടയെങ്കിൽ മുട്ട, കിട്ടിയത് തട്ടാം. ഇത് ഓഫീസോ തൊഴുത്തോ? കണക്കുകളൊക്കെ പോറ്റി വീട്ടിൽ വെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ. പിന്നെ നിങ്ങളെടുത്താകുമ്പോ ഫയലുകൾ വിശ്വസിച്ച് നയിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ. ഇതിലാരാ ഡ്രൈവർ? ഞാനാ. ഈ വേഷമൊക്കെ മാറ്റി നാളെ മുതൽ ഡ്രൈവറെ കുപ്പായിട്ട് വന്നാ മതി. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഒരു പൈസ പോലും മോഷ്ടിക്കരുത്. കൊച്ചു രീതി കള്ളത്തരം കാണിച്ചാണ് വലിയ കള്ളന്മാരായിത്തീരുന്നത്. ശരിയാ, മുതലാളി തന്നെ എത്ര എളിയ തോതിലാ ഈ പണി തുടങ്ങിയെന്ന് അറിയാമോ? സോഡയോ കൊണ്ടുവരാം. ചെവി കേട്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണി എനിക്കല്ലോ അവന്. അയ്യോ, സോറി കേട്ടോ. മുരളി, യഥാർത്ഥ സുഹൃത്തുക്കളെ നാം അറിയുന്നത് തിന്മകളിലൂടെയാണ്, നന്മകളിലൂടെ അല്ല. ജോലി കിട്ടിയപ്പോ നിന്റെ സുഹൃത്തുക്കൾ സ്വാർത്ഥരായി, എന്റെ അളിയച്ചരടക്കം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഉണ്ട്, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അഗതാ ക്രിസ്റ്റി എന്ന പ്രസിദ്ധ വനകുറ്റ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ മാൻ ഇൻ ലവ് ഈസ് എ പാത്തറ്റിക് സൈറ്റ്. പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്രേ. എവിടെ നിന്ന് സംഘടിപ്പിച്ചു വായിക്കൊള്ളാതെ വാക്കുകളൊക്കെ? ബൈഹാർട്ട് പഠിച്ചതാ. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട്? മുരളി, കുതിരകളെ കൊണ്ടല്ല, ആനകളെ കൊണ്ടല്ല, രഥങ്ങളോ കാലാൽപ്പടകളോ കൊണ്ടല്ല, സ്ത്രീയുടെ കടക്കണ്ണിന്റെ നോട്ടം കൊണ്ടാണ് നമ്മൾ സർവ്വരംഗത്തും ജയിക്കേണ്ടത്. പക്ഷെ ദുഷ്ടനും കരുത്തനുമായ ഒരു ആങ്ങളെ പോരിനുണ്ടെങ്കിലോ? കുഞ്ചുവിനെ ഉദ്ദേശിച്ചായിരിക്കും. അതെ, എന്റെ വത്സല എന്ന് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കുഞ്ചു എന്റെ മുന്നിൽ വെറും കൊഞ്ചു മാത്രമാണ്.
മതി ചേച്ചി, ഇപ്പൊ തന്നെ വേറെ പൊട്ടാറായി. ഈ ഒരു ദോശ കൂടി നല്ല ചൂട് ദോശയാ. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പച്ചരി ഞാൻ വീട്ടിലെത്തിക്കണത് ഈ കഞ്ഞികൾക്ക് കഞ്ഞി വെക്കാൻ. കടയിൽ പോണില്ലേ നിങ്ങള്? അയ്യോ, കളക്ടർ സാർ പോയിട്ട് വേണമല്ലോ ബിൽ കളക്ടർക്ക് പോവാൻ. എന്താ മാഡത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? കുഞ്ചേട്ടാ, ഏത് ഷർട്ട് ഇസ്തിരിടാൻ പറഞ്ഞേ? ഇനിയും കഴിഞ്ഞില്ലേ, പോകാൻ സമയമായി. ഇപ്പൊ റെഡിയാക്കാം. ദേ, ഈ ഗ്ലാസ് അങ്ങോട്ട് വെച്ചേ. ഇങ്ങ് തന്നെ. ഉച്ചയൂണിന് കാളനെ ഒഴിച്ചത് ഇഷ്ടാവോ നിനക്ക്? ആ, കള്ളന് കാളനാണല്ലോ ചേർച്ച. എന്തിയേ? ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡീ, അവൻ പറഞ്ഞു കേട്ടില്ലേ? ഇച്ചിരി ഒന്ന് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഹങ്കാരം. വെറുതെ എന്തിനാ അവന്റെ മെക്കിട്ട് കയറണേ? ഓഹോ, അപ്പം നിനക്കും തിളച്ചു. കൊള്ളാം, രക്തബന്ധം. അല്ലെങ്കിൽ എനിക്കറിയാവടി, ഒടുവിൽ ഞാൻ പുറത്താവുമെന്ന്. ഇന്നലെ വരെ കാക്കാശിന് വകയില്ലാത്തവൻ കളക്ടറെ മാനായി. കൊള്ളാം. പക്ഷെ തറച്ചാണ്ടി അച്ചു എന്നാരെ അവഹേളിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. നിന്നെയും കൊല്ലും, ഞാനും കൊല്ലും, അവനെയും മരിക്കും. ആ, നിങ്ങൾ എന്തൊക്കെയായി പറയണേ? ഒത്തരി നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും, ഞാനും മരിക്കും. ആ, കുറെ ആയല്ലോ ഈ കൊലവിളി നടത്താൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലും കൊരയ്ക്കണ പട്ടി കടിക്കില്ല എന്നാ. എന്താടി പറഞ്ഞേ? പട്ടിയെന്നോ? യോ, എന്താ ഇവിടെ ഒരു കൊലവിളിയൊക്കെ കേട്ടത്? അളമുട്ടിയാൽ ചേരയും ചീറ്റും ചിലപ്പോ കടിച്ചെന്ന് വരും. ഓർമ്മയിലിരിക്കട്ടെ. ചേര കടിച്ച വിഷം ഉണ്ടാവില്ലെന്ന് ഈ വക്ക് പൊട്ടിയവനറിയാവോ? മരമാക്രി. പ്രാവശ്യം ഇവിടെ ഉണ്ടെങ്കിലേ താനോട് എത്തിരിക്കും. ആ, ഇല്ലെന്ന ഞാനല്ലേ പറയണത്. സ്റ്റോക്ക് എത്തിച്ചോളാന്ന് പറഞ്ഞില്ലേ? ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ഹലോ, ഐ ആം മനു കൃഷ്ണ. അയ്യോ, ഇതാരും മനുമോനോ? എപ്പോ എത്തി? ജസ്റ്റ് നൗ, ഇപ്പൊ വന്നതേ ഉള്ളൂ അങ്കിൾ. പോറ്റി എവിടെ? എന്റെ മോനെ, പോറ്റിക്ക് തീരെ വയ്യ. അതുകൊണ്ട് വക്കീല് പറഞ്ഞിട്ട് കണക്ക് പിള്ളമാരെ ഈ പിള്ളേരെ അങ്ങോട്ട് നിയമിച്ചു. ഐ സി. എന്താ പേര്? കുഞ്ചു. ഞാൻ MC പ്രകാശൻ. 2 ആഴ്ചയായി മോനെ കണ്ടേ ഇല്ലല്ലോ. ബിസിനസ് ടൂറിലായിരുന്നു. അച്ഛനിപ്പോ തീരെ വയ്യല്ലോ. എന്തായാലും കൃഷ്ണൻ ഭാഗ്യം ചെയ്ത ആളാ. വയ്യെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൻ ചുണയുള്ളൊരു മോനുണ്ടല്ലോ. എനിക്കൊരിക്കലും കൃഷ്ണനെ മറക്കാൻ പറ്റില്ല. എന്റെ തുടക്കത്തില് എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാ. കോളേജിൽ പോകുന്നില്ലേ? ഒരുങ്ങ. ആ, നേരം പുലർന്നാ പിന്നെ അവക്ക് ഒരുങ്ങാനേ നേരമുള്ളൂ. എന്നാലോ സമയത്തൊട്ട് പോകത്തുമില്ല. ആ, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നേ. നാളെ കോയമ്പത്തൂർക്ക് കുറച്ച് അവലയക്കണം. നെല്ല് തീരെയില്ല. ഉണ്ടെങ്കിൽ ഒരു 2 ലോഡെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഓക്കെ ഓക്കെ, ഡസന്റ് മാറ്റർ. ഒരു നമ്പർ ട്രൈ ചെയ്തേ. 777-477. 777-477. ഹലോ, ആ ഒന്ന് ഹോൾഡ് ചെയ്യണേ സാർ. യെസ്. ആ, ഹലോ, മനു ഹിയർ. 2 ലോഡ് നെല്ല് അങ്കിളിന് അയച്ചേക്കണം. ഗോഡൗൺ നിർത്താൻ മതി. ഓക്കെ ഓക്കെ. മില്ലിൽ ഇപ്പൊ ലോറി എത്തും. വലിയ ഉപകാരം. സമയായി, ഞാൻ പോവാട്ടോ. ഓ, ടൈം. പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. ലേബർ ഓഫീസറെ കാണണം, പിന്നെ ബാങ്കിലൊന്ന് പോണം. അങ്കിൾ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഓ. ആന്റിയോടും പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം മോനെ. ഓക്കെ, ബൈ, സീ യു. ഗ്ലാസ് മേടിക്കടാ. ഓ, താങ്ക് യു. ബൈ. നിനക്ക് പാര വക്കീലാന്നാ ഞങ്ങൾ ധരിച്ചത്. പക്ഷെ ഇപ്പോ നിനക്കും വക്കീലും ചേർത്തൊരു വലിയ പാര. മനു കൃഷ്ണ, നെല്ല് വാങ്ങി മറച്ചു വിൽക്കുന്ന ഒരു മൊത്തക്കച്ചവടക്കാരൻ. ഒക്കെ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോ അവൾക്ക് എന്തുകൊണ്ടും യോഗ്യൻ അയാളാണെന്ന് എനിക്ക് തോന്നുന്നു. ആണുങ്ങളായി ജനിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ജനിക്കണം. എന്തായാലും ഒരു പത്രം. ബൈക്കിൽ ചെത്തി വന്ന് നിൽക്കുന്നു. കൂളിംഗ് ഗ്ലാസ് വിത്ത് ചങ്ങല ഊരി പോക്കറ്റിലിടുന്നു. കീ വിരലിലിട്ട് വട്ടം കറക്കിക്കൊണ്ട് രാജകീയ ഭാവത്തോടെ കണ്ടു കഴിഞ്ഞാൽ കൊതി ഒന്നിപ്പോടെ. അത് മാത്രം, എന്താണ് അയാൾക്ക് അവിടെ ഒരു സ്വീകരണം? മുതലാളി ഓച്ചാനിച്ച് നിൽക്കുന്നു, അവള് ചായ കൂട്ടുന്നു. നീ മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചോ? അമ്മയോടെന്നുള്ള വ്യാജന അവൻ കേൾക്കാൻ അവളുടെ ഒരു യാത്ര പറച്ചില്. കൂട്ടിലിട്ട് വെരികിനെ പോലെയായിരുന്നു പിന്നീട് അവന്റെ അവസ്ഥ. അത് നീ ശ്രദ്ധിച്ചോ? ആ, പിന്നെ എന്തൊക്കെ നമ്പറുകളായിരുന്നു. ലേബർ ഓഫീസറെ കാണണം, ബാങ്കിൽ പോണം. എടാ മുരളി, 9ാം ക്ലാസ്സിന്റെ ഓർമ്മയുമായി കഴിയുന്നവല്ലേ നീ? അതേ 9ാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് എഴുതിയ ഒരു പരീക്ഷയുണ്ട്. അതില് 10ൽ 10 മാർക്കും കിട്ടുന്ന ഒരു ചോദ്യമുണ്ട്. ഓർക്കുന്നുണ്ടോ നീ? ചേരുംപടി ചേർക്കുക.
അതേടാ, ചേരുംപടി ചേർത്തപ്പോ ആ കോളത്തിൽ അവൾ